ശബരിമലയിൽ അയ്യപ്പനെ ഹരിവരാസന കീർത്തനം പാടി അയ്യപ്പനെ ഉറക്കിയിരിക്കുന്നു. നടയടച്ചു. ഇനിയിപ്പോൾ പരികർമ്മികളൊക്കെ ക്ഷേത്രത്തിൽ നിന്ന് പുറത്തേക്കിറങ്ങും. അശ്വജിത്തുണ്ട്. 1923 എഴുതപ്പെട്ടിട്ടുള്ള ഒരു കീർത്തനം. അതിപ്പോഴും എനിക്ക് തോന്നുന്നു അയ്യനെക്കുറിച്ച് ഒരുപാട് പാട്ടുകൾ അയ്യപ്പനെക്കുറിച്ചുണ്ടെങ്കിലും ഇതിന് പ്രത്യേക അനുഭൂതിയാണ് കേൾക്കുമ്പോഴൊക്കെയും. അത് ആർക്കാണെങ്കിൽ തന്നെയും. ഇനിയിപ്പോൾ അവിടെയുള്ള ചടങ്ങുകളൊക്കെ എങ്ങനെയാണ് ഇനിയുള്ള കാര്യങ്ങൾ? അക്ഷയ, മകരവിളക്ക് ദിനമായി ഇന്ന് ഹരിവരാസനം പാടി നട അടച്ചിരിക്കുന്നു. ഇനി നാളെ വീണ്ടും പുലർച്ചെ 3 മണിക്ക് തന്നെ നട തുറക്കും. ഇനിയുള്ള പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ കളമെഴുത്തും കളഭാഭിഷേകവും കുരുതിയും പോലുള്ള ചടങ്ങുകളാണ്. വരാനിരിക്കുന്ന 5 ദിവസം, അതായത് ഇനിയുള്ള 5 ദിവസം കൂടെ ശബരിമല നട തുടർന്നിരിക്കുന്നുണ്ട്. ആ ദിവസങ്ങളിൽ നടക്കാനിരിക്കുന്ന പ്രധാന ചടങ്ങുകളാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇത്തരത്തിൽ ഉള്ള ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കി 20-ാം തീയതി നട അടയ്ക്കും. 20-ാം തീയതി വരെ 19-ാം തീയതി വരെ ഭക്തർക്ക് ദർശനമുണ്ടാകും. 19-ാം തീയതി വരെ ആയിരിക്കും ഭക്തർക്കുണ്ടാകുക. 20-ാം തീയതി പന്തളം കൊട്ടാര പ്രതിനിധിക്ക് മാത്രമായിരിക്കും ദർശനമുണ്ടാകുക. ഏതായാലും ഈ ഒരു മണ്ഡല മകരവിളക്ക് കാലത്തെ ഒരു ചൈതന്യം നിറഞ്ഞ മറ്റൊരു സായാഹ്നത്തിൽ ശബരിമല നട ഹരിവരാസനം പാടി അയ്യപ്പനെ ഉറക്കി അടച്ചിരിക്കുന്നു. അക്ഷയ.